പച്ചരി വെച്ചിട്ട് ഇതുവരെ ചപ്പാത്തി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റുള്ള ഒരു ചപ്പാത്തിയാണ്. നമ്മൾ ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കാറുള്ളത്. നല്ല സോഫ്റ്റും അതേപോലെ നല്ലപോലെ പൊങ്ങി വരുന്നതുമായിട്ടുള്ള ഒരു ചപ്പാത്തിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. കുഴയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾക്കിത് അരച്ച് കലക്കി ഒഴിച്ചാൽ തന്നെ നല്ല സോഫ്റ്റും പൊങ്ങി വരുന്നതുമായിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. 2 ഗ്ലാസ് പച്ചരി കഴുകി വൃത്തിയാക്കി വെള്ളം ഒഴിച്ച് ഒരു 2 മണിക്കൂർ കുതിരാൻ വെച്ചതാണ്. 2 മണിക്കൂർ മതിയാവും. അതിനുള്ളിൽ തന്നെ നല്ലപോലെ കുതിർന്ന് കിട്ടും. ഇത് സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പച്ചരിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ തുവരപ്പരിപ്പാണ്. അത് 1 ഗ്ലാസ് തുവരപ്പരിപ്പ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒന്ന് കുതിരാൻ വെച്ചതാണ്. അത് ഒരു 2 മണിക്കൂറാണ് കുതിരാൻ വെച്ചിട്ടുള്ളത്. ഇത് രണ്ടും ചേർത്ത് ആണ് ഞാൻ ഇന്ന് അരച്ചെടുക്കുന്നത്. മിക്സിയുടെ ജാറിലേക്ക് പച്ചരി ഇട്ട് കൊടുക്കാം. 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കുറേശ്ശെ നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് തുവരപ്പരിപ്പും ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് തുവരപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. തുവരപ്പരിപ്പ് നല്ലപോലെ കുതിർന്ന് കിട്ടണം. അപ്പോഴാണ് നമുക്ക് അരച്ചെടുക്കാൻ പെട്ടെന്ന് പറ്റുക. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ 2 പ്രാവശ്യമായിട്ട് ഇത് അരച്ചെടുക്കുന്നുണ്ട്. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ജീരകം, ഒരു 1/4 ടീസ്പൂൺ ജീരകം കയ്യിലിട്ട് നല്ലപോലെ തുരുമിയെടുത്തതാണ്. അതുകൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ബാറ്റർ ഇതുപോലെ ഒന്ന് ലൂസാക്കിയിട്ടാണ് എടുക്കേണ്ടത്. നല്ല കട്ടിയിലും ആക്കണ്ട, അതേപോലെ നല്ല ലൂസും ആകാൻ പാടില്ല. ഇതുപോലെ നമുക്ക് ആയി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ദോശത്തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് എണ്ണ തൂവി കൊടുക്കുക. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇത് ദോശയായിട്ടാണ് വേണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക. അതല്ല ചപ്പാത്തി പരുവത്തിലാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക. കൂടുതൽ എണ്ണയോ കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെയോ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ളൊരു ചപ്പാത്തി നമുക്ക് അരിച്ചപ്പാത്തി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിൽ ബേക്കിംഗ് സോഡയോ മറ്റ് സാധനങ്ങളോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇല്ലാതെ തന്നെ നല്ല പോലെ പൊങ്ങി വരും ഇത്. ഈ അരിച്ചപ്പാത്തി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളും ടേസ്റ്റും ആയിട്ടുള്ള ഒരു ചപ്പാത്തിയാണ്. കറി ഇല്ലാതെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഈ ചപ്പാത്തി എല്ലാം ഒരുപോലെ ചുട്ടെടുക്കുന്നുണ്ട്. ഈ മാവ് ഒരു ഓവർനൈറ്റ് വെച്ചാൽ നല്ല പോലെ നമ്മൾക്ക് ഇഡ്ഡലിയും ദോശയും ഒക്കെ ചുട്ടെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റും അതേപോലെ നല്ല പോലെ പൊങ്ങി വരുന്ന മാവുമായിരിക്കും ഇത്. അപ്പോൾ ഈ പരിപ്പ് മാത്രം ചേർത്തിട്ട് പരിപ്പും അരിയും ചേർത്തിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ തലേദിവസം അരച്ച് വയ്ക്കുമ്പോൾ കുറച്ചൊരു ടേബിൾ സ്പൂണ് പുഴുങ്ങലരിയും കൂടെ ചേർത്തിട്ട് നരച്ച് വയ്ക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു മാവ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഉഴുന്ന് മാത്രമല്ല പരിപ്പ് വെച്ചിട്ടും നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ള ചപ്പാത്തി ആയാലും ദോശ ആയാലും ഇഡ്ഡലി ആയാലും എന്തായാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ അരിച്ചപ്പാത്തി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്, അതേപോലെ തന്നെ വളരെ സിമ്പിളും ആയിട്ടുള്ള ഒരു ചപ്പാത്തിയാണ്.